ഹായ്, ദ്രുദ്ര ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കൾ സ്കൂളത്തെ ക്രിസ്മസ് ആഘോഷത്തിന് പോകാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. ഈ വീഡിയോ ഒത്തിരി ലേറ്റായി പോയി ഇടാൻ. ക്രിസ്മസ് ആഘോഷമൊക്കെ കഴിഞ്ഞ് സ്കൂൾ പൂട്ടിയപ്പോഴാണ് ഞാൻ ഇടുന്നത്. രണ്ടാൾക്കും ക്രിസ്മസിൻ്റെ കണ്ണടയൊക്കെ മേടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഫ്രീക്കാവണമെന്നും പറഞ്ഞിട്ട് സാധാ കണ്ണട എടുത്ത് വെച്ച് പോവാണ്. എന്താ ചെയ്യുക, ഇപ്പോഴത്തെ തലമുറേൻ്റെ ഒരു കാര്യം. അവരൊന്ന് വേഗം സ്കൂളിലെത്തിയാൽ മതി എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി. ധ്രുവത്തിൻ്റെയും ക്ലാസ്സിലേക്ക് പോയി. ഞാനും ധ്രുവനീൻ്റെ ക്ലാസ്സിലേക്ക് വന്നു. ഇവിടെ കുറച്ച് ഡെക്കറേഷൻ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഞങ്ങളെത്തുന്നതിന് മുന്നേ തന്നെ ടീച്ചർ ഡെക്കറേഷൻ പരിപാടിയൊക്കെ ഏകദേശം തുടങ്ങിയിട്ടുണ്ട്. ധ്രുവനിക വന്ന പാടെ കുട്ടികളോട് ഭയങ്കര വീമ്പളക്കുന്നുണ്ട്, എന്തൊക്കെയോ പറയാണ്, ഭയങ്കര സംഭവമാക്കുകയാണ് ക്ലാസ്സിൽ. അവളങ്ങനെ തന്നെയാണ് കേട്ടോ. അവൾ സംസാരിക്കുന്നത് കേട്ട് നിൽക്കുന്നതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുട്ടികളോട് എന്തൊക്കെയോ പറയുന്നത് കണ്ടപ്പോൾ എന്തൊക്കെയോ ഗോഷ്ഠികളൊക്കെ കാട്ടുന്നുണ്ട് മുഖത്തോണ്ട്. അവളെ ഫ്രണ്ട്സാട്ടോ അതൊക്കെ. ഇടയ്ക്കിടയ്ക്ക് മിണ്ടീസും കട്ടീസും ഇതൊക്കെ തന്നെയാണ് അവരെ പരിപാടി. അപ്പോൾ എൻ്റെ അടുത്ത് വരും, ആൻറ്റി ദ്രൗനിക മിണ്ടുന്നില്ല, ഞങ്ങളോട് കട്ടീസാക്കി എന്നൊക്കെ പറയും. അപ്പം ഞാൻ പറയും കുറച്ച് കഴിയുമ്പോൾ അവൾ മിണ്ടിക്കോളൂ കേട്ടോ എന്ന്. അങ്ങനെയാണ് ദ്രൗനിക. അങ്ങനെ ദ്രൗനിക എൻ്റെ ക്ലാസ് ടീച്ചർ എത്തിയിട്ടോ. അപ്പം ടീച്ചർക്ക് കേക്ക് ഉണ്ടാക്കാനുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ലേറ്റായി. അപ്പം സ്കൂളത്തെ കുറച്ച് ക്ലാസ്സിലേക്കും ടീച്ചർ തന്നെയാണ് കേക്ക് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റിൽ കേക്ക് ഉണ്ടാക്കും കേട്ടോ. കഴിഞ്ഞ വർഷമോ അതിൻ്റെ മുന്നത്തെ വർഷമൊക്കെ ടീച്ചർ തന്നെയാണ്. അപ്പം നല്ല ടേസ്റ്റാണ് ടീച്ചർ കേക്ക് തിന്നാൻ. ടീച്ചർ വരുമ്പോൾ മുട്ടായിയൊക്കെ വാങ്ങിയിട്ടാണ് വന്നത്. അങ്ങനെ മുട്ടായിയൊക്കെ പൊളിച്ച് പ്ലേറ്റിലാക്കി വെക്കുകയാണ്. കുട്ടിയൊക്കെ അത് കണ്ടപ്പോൾ തന്നെ കിളി പോയിട്ടുണ്ട് എല്ലാവർക്കും. മുട്ടായി കണ്ടാൽ മതിയല്ലോ മക്കൾക്ക്. പിന്നെ ഞങ്ങളെ കൊണ്ട് എല്ലാവർക്കും കഴിയുന്ന പോലെ ഡെക്കറേറ്റൊക്കെ ചെയ്തു. പിന്നെ ചാർട്ടിൽ വരച്ചത് ഒരു ടീച്ചർ ഹസ്ബൻഡാണ്. നന്നായിട്ട് വരച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ബോർഡിലും ടീച്ചേഴ്സാണ് വരച്ചത്. നല്ല രസമായിട്ടുണ്ട് കേട്ടോ ചാർട്ടിൽ വരച്ചത്. പ്രിൻ്റ് എടുത്ത പോലെ ഉണ്ട് കാണാൻ. മുട്ടായി ഇങ്ങനെ പൊട്ടിച്ച് വെച്ചപ്പോൾ ഇങ്ങനെ വരികയാണ്. അപ്പം ഞാൻ പറയുന്നുണ്ട് എല്ലാവരോടും പോയിരിക്കട്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും തരും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അപ്പോഴാണ് ദ്രൗനികൊക്കെ പോയത്. പിന്നെ അപ്പൂപ്പൻ്റെ തൊപ്പിയൊക്കെ ഇട്ട് നന്നായിട്ട് കളിക്കുകയാണ്. എല്ലാവരെയും പേടിപ്പിച്ചൊക്കെ കളിക്കുന്നുണ്ട്. എന്താ ചെയ്യുക, ഇവർ രണ്ടാളും ഭയങ്കര തിക്ക് ഫ്രണ്ട്സാട്ടോ. ദ്രൗനികൻ്റെ അടുത്തിരിക്കുന്ന ദുവാ ഷെയ്ക്ക എന്നാണ് പേര്. ദുവാ ഷെയ്ക്കും ഭയങ്കര ഫ്രണ്ട്സാണ്. അവളില്ലെങ്കിൽ ഇവൾ കരയും, ഇവളില്ലെങ്കിൽ അവൾ കരയും. അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. പിന്നെ എല്ലാവരും കൂടെ ഡാൻസൊക്കെ കളിക്കുകയാണ് പാട്ടിനനുസരിച്ച്. പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു സ്കൂളിൽ. ഗംഭീര പരിപാടിയായിരുന്നു കേട്ടോ. അപ്പം കുട്ടികളൊക്കെ നന്നായി എൻജോയ് ചെയ്യുകയാണ്. പെൺകുട്ടികളെ ആദ്യം ഡാൻസ് കളിക്കാൻ വന്നിട്ടുള്ളൂ. അപ്പം അവർ നന്നായിട്ട് ആടി തീർക്കുകയാണ്. എക്സാം കഴിഞ്ഞിട്ടുള്ള പരിപാടി ആയതുകൊണ്ട് തന്നെ നല്ലൊരു റിലാക്സേഷനിലാണ് അവർ കളിക്കുന്നത്. പിന്നെ ഞങ്ങൾ തേജുമോൻ വന്നിട്ടോ. ഞങ്ങൾ തേജുവിട്ട് അവരുടെ കൂടെ ഡാൻസ് കളിക്കാൻ വന്നതാണ്. അങ്ങനെ അവരുടെ കൂടെ നിന്ന് കുറച്ച് ഡാൻസൊക്കെ അവൻ കളിച്ചു അവനെ കൊണ്ട് കഴിയും പോലെ. കണ്ടോ ഞങ്ങളുടെ തേജുട്ടൻ്റെ ഡാൻസ്? അവിടെ എല്ലാവർക്കും അവനെ ഇഷ്ടമാണ് കേട്ടോ. അവനെ കൊഞ്ചിച്ച് കൊണ്ടുനടക്കും മക്കളൊക്കെ. നന്നായിട്ട് ഇഷ്ടമാണ് അവനെ. പിന്നെ എല്ലാവരും കൂടെ വന്ന് കളിക്കണം. പിന്നെ ബോയ്സ് ഇറങ്ങി കേട്ടോ. ഗേൾസിൻ്റെ കളി കണ്ടിട്ട് അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. അങ്ങനെ പറഞ്ഞ് ബോയ്സ് ഇറങ്ങി കളിക്കുകയാണ്. ഭയങ്കര കളി അമ്പോ. അവരെന്തായാലും ക്രിസ്മസ് നന്നായിട്ട് കളറാക്കുന്നുണ്ട്. അവരടിച്ച് പൊളിക്കുകയാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു അവർ അടിച്ച് പൊളിക്കട്ടെ എന്ന്. നമ്മളെ ചെറുപ്പത്തിലൊന്നും ഇങ്ങനെയൊന്നും ക്രിസ്മസ് ആഘോഷമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ക്രിസ്മസ് ആഘോഷം എന്ന് പറയാൻ 10th +1 ആ ഒരു ടൈം എത്തിയപ്പോഴാണ്. ഇവർക്കൊക്കെ ചെറുതിലേ മുതലേ ക്രിസ്മസ് ആഘോഷം, ക്രിസ്മസ് എന്താണ്, ക്രിസ്മസിനെ പറ്റി അറിയാനും ഒക്കെ മക്കൾക്ക് നല്ലൊരു കാര്യമാണ് ഇങ്ങനെ സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. പിന്നെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് പരീക്ഷയ്ക്ക് ആവുന്ന നേരം മക്കൾക്ക് കുറച്ചൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതൊക്കെ ഒന്ന് ഫ്രീ ആക്കാൻ ഈ ക്രിസ്മസ് ആഘോഷം ഇതാവും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും ടെൻഷൻ അടിച്ചല്ലേ മക്കൾ പഠിച്ച് അയ്യോ ക്വസ്റ്റ്യൻസ് ഏത് വരും എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ എക്സാം എഴുതി വരുന്ന എക്സാമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഒരു പരിപാടി വെക്കുന്നേരം അവർക്ക് നല്ലൊരു റിലാക്സേഷൻ കിട്ടും. അപ്പം അതെന്തായാലും നന്നായി. ഇപ്പോൾ നമ്മളെല്ലാവരും എന്താ ചെയ്യേണ്ടത് വെച്ചാൽ മക്കളെ മാക്സിമം സ്കൂളുകളിൽ ഈ ഇങ്ങനത്തെ ക്രിസ്മസ് പരിപാടികളും ഏത് പരിപാടിയായാലും നമ്മൾ പങ്കെടുപ്പിക്കുക. അപ്പം മക്കൾക്ക് എന്താണ് ഒരു റിലാക്സേഷൻ ആവും.
അപ്പം അതുകൊണ്ടാണ് ഈ പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴതാ ധാരാ വരുന്നത്, എൻ്റെ ദ്രാവത്ത് മോൻ. അവനൊരു ഉമ്മ മേടിക്കാൻ വേണ്ടി വന്നതാട്ടോ അവൻ്റെ ക്ലാസ്സിൽ നിന്ന്. അപ്പം ഞാൻ ചോദിക്കുന്നുണ്ട്, നിൻ്റെ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ മുഖംമൂടി എവിടെയെന്ന്. അപ്പം അതവിടെ ഉണ്ട്. ഞാൻ ഫ്രീക്കായിട്ട് നടക്കുക, അങ്ങനെ ദ്രൗനിക പിടിച്ച് വെക്കുക കേട്ടോ അവനെ കണ്ടപ്പോൾ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുകയാണ് ക്ലാസ്സിൽ നിന്ന്. പിന്നെ ഇതാട്ടോ സ്കൂള് ടീച്ചേഴ്സൊക്കെ ഒരുക്കിയ പുൽക്കൂട്, നമ്മുടെ യേശുവിൻ്റെ പുൽക്കൂട്. അപ്പം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഒരുക്കിയത് കാണാനൊക്കെ. പിന്നെ ഇതാ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് എല്ലാവരും അടിച്ച് പൊളിക്കുകയാണ്, പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ച് എല്ലാ മക്കളും ടീച്ചർമാരും ഒക്കെ ഒരുപോലെ എൻജോയ് ചെയ്യുകയാണ് പരിപാടി. അപ്പം മോൻ്റെ ക്ലാസ്സിലത്തെ കുറച്ച് കുട്ടികളത് അവിടെ ഇങ്ങനെ പരിപാടി ആസ്വദിച്ച് നിൽക്കുന്നുണ്ട്. ഇവർ പിന്നെ ബോയ്സ് ആയതുകൊണ്ട് ഇവരിങ്ങനെ ഓടിക്കളിക്കുകയൊക്കെയാണ്. അങ്ങനെ ഇവർ രണ്ടാമതും ക്ലാസ്സിലേക്ക് വന്ന് ഡാൻസൊക്കെ കളിക്കുകയാണ്. ഒരു പാട്ട് കേട്ടാൽ പിന്നെ ഭയങ്കര ഡാൻസ് കളിയാണ്. പിന്നെ ടീച്ചർ ഇതാ പുൽക്കൂടിനടുത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവരെ ഇരുത്തി സെറ്റൊക്കെ ആക്കുക കേട്ടോ. പുൽക്കൂടൊക്കെ കാണിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 2 ടീച്ചർമാരും കുട്ടികളെ ഇരുത്തി കൊടുക്കുകയാണ്. പിന്നെ ഞങ്ങൾ ക്ലാസ്സിലേ വന്ന് കേക്കൊക്കെ മുറിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി. ടീച്ചർ പോയി കേക്കൊക്കെ എടുത്ത് വന്ന് അങ്ങനെ ഞങ്ങൾ ക്ലാസ്സിൽ വെച്ച്. അപ്പോഴാണ് കുട്ടികളെല്ലാവരും കേക്ക് കണ്ടപാടെ ഫ്ലാറ്റായി. അപ്പോൾ കണ്ടപാടെ എല്ലാവരും പ്ലേറ്റൊക്കെ എടുത്തുങ്ങാണ്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ടീച്ചർ പറയുക, അയ്യോ നമുക്ക് പ്ലേറ്റ് എല്ലാം നമുക്ക് ഇതിൻ്റെ അടുത്ത് നിന്ന് ആദ്യം ഒരു ഫോട്ടോ ഒക്കെ എടുക്കണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ്. മക്കൾക്ക് കേക്ക് കണ്ടാൽ പിന്നെ എല്ലാ മക്കൾക്കും കേക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. മക്കൾക്ക് നല്ല വലിയവർക്കും കേക്ക് കഴിക്കാൻ പ്രത്യേക ഒരു രസമാണ്. അങ്ങനെ ഞങ്ങളെ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ HMഉം പിന്നെ PTA പ്രസിഡൻറ്റും കൂടെ വന്നു കേട്ടോ. അപ്പം HM എല്ലാ മക്കൾക്കും ക്രിസ്മസ് ആശംസകളൊക്കെ പറയുകയാണ്. അങ്ങനെ HM കേക്കൊക്കെ കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ മക്കളോട് പാടാൻ പറയുന്നുണ്ട് ക്രിസ്മസിൻ്റെ പാട്ട്. പക്ഷേ അവർ പാടിയത് ഹാപ്പി ബർത്ത്ഡേ ടു യു. അവർക്കറിയില്ലല്ലോ കേക്ക് കട്ട് ചെയ്യുന്ന ഒരേ ഒരു കാര്യങ്ങളെ കണ്ടിട്ടുള്ളൂ, പഠിച്ച് വരുന്നല്ലേ ഉള്ളൂ, ചെറിയ മക്കളല്ലേ UKGത്തെ. അപ്പം പിന്നെ ടീച്ചർ അത് ശരിയാക്കി കൊടുത്ത് അങ്ങനെ അവർ ഹാപ്പി ക്രിസ്മസ് ഒക്കെ പാടി അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുക കേട്ടോ. ആദ്യം ടീച്ചർമാർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കേക്ക് കൊടുക്കുകയാണ്. ഞങ്ങളുടെ സ്കൂളിൽ നല്ല പരിപാടിയായിരുന്നു കേട്ടോ, എല്ലാ ക്ലാസ്സിലും അടിപൊളി പരിപാടിയായിരുന്നു. അപ്പം എല്ലാവരും ഞങ്ങളമ്മമാരായാലും ടീച്ചേഴ്സായാലും മക്കളായാലും ഒക്കെ എൻജോയ് ചെയ്തിട്ടുണ്ട്. HMന് എല്ലാ ക്ലാസ്സിലും എത്തേണ്ടതുകൊണ്ട് തന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊടുത്ത് പിന്നെ കുട്ടികളോട് ക്രിസ്മസ് ആശംസകളൊക്കെ പറഞ്ഞ് അവരോട് കുറച്ച് സംസാരിച്ച് വേഗം പോയി കേട്ടോ. അപ്പം അടുത്ത ക്ലാസ്സിലും എത്തേണ്ടതുകൊണ്ട് അവിടെയും കേക്ക് മുറിക്കണമല്ലോ. പിന്നെ എല്ലാവർക്കും അവിടെ നിന്നിരുന്ന അമ്മമാർക്കൊക്കെ വായിലിട്ട് കൊടുക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷം പങ്കുവെക്കുകയാണ്. പിന്നെ ടീച്ചർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിസ്മസ് ആശംസകളൊക്കെ പറഞ്ഞ് സന്തോഷം പങ്കുവെക്കുകയാണ്. ടീച്ചർ ഒരു കഷ്ണം എനിക്ക് തരാൻ വേണ്ടി വന്ന കേട്ടോ. അപ്പോൾ അടുത്ത ടീച്ചറും വരാൻ പറഞ്ഞു. അങ്ങനെ ഞാനതൊക്കെ വാങ്ങി. നല്ല നല്ല സ്വഭാവം കേട്ടോ ടീച്ചർമാർക്ക്. എല്ലാ സ്കൂളിലത്തെ എല്ലാ ടീച്ചർമാർക്കും നല്ല പെരുമാറ്റമാണ്. പിന്നെയാണ് മക്കളെയൊക്കെ എല്ലാവരും വിളിക്കുക കേട്ടോ ടീച്ചർ കേക്കിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ. വിളിച്ച പാടെ എല്ലാവരും ഓടുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ടീച്ചേഴ്സ് കേക്കൊക്കെ കട്ട് ചെയ്ത് മക്കൾക്കൊക്കെ കൊടുക്കുക കേട്ടോ. എല്ലാ മക്കൾക്കും പ്ലേറ്റിൽ വെച്ച് കൊടുക്കുകയാണ്. ടീച്ചർ പിന്നെ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് മക്കളെയും കൊണ്ട് പോവുക കേട്ടോ. അപ്പം അവർ ഡാൻസൊക്കെ ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ കുട്ടികളൊക്കെ വരിക്കായിട്ട് നൃത്തമൊക്കെ ചെയ്യണം. അപ്പോഴാണ് ക്രിസ്മസ് അപ്പൂപ്പൻ വന്നത്. അപ്പോൾ അവർക്ക് മിഠായി ഒക്കെ കൊടുക്കുക കേട്ടോ. ക്രിസ്മസ് അപ്പൂപ്പൻ ഞങ്ങളുടെ കുട്ടി ക്രിസ്മസ് അപ്പൂപ്പനാട്ടോ. എല്ലാവർക്കും അപ്പൂപ്പൻ മിഠായി കൊടുത്തിട്ടുണ്ട്. എല്ലാ മക്കൾക്കും മിഠായി കൊടുക്കുകയാണ്. ടീച്ചർമാരും മക്കളും ഒരുമിച്ച് ഡാൻസ് കളിക്കുക കേട്ടോ. അപ്പോൾ ടീച്ചർമാർ ഈ ഒരു എനർജിയും ഈ ഒരു ഡാൻസും ഒക്കെ കാണുന്നവരാണ് മക്കൾക്കും അതൊരു പ്രചോദനമാണ് കളിക്കാനുള്ള. എല്ലാ മക്കൾക്കും, ഇനി കളിക്കാതെ നിൽക്കുന്ന മക്കൾക്കും ഒന്ന് വന്നിറങ്ങി കളിക്കാൻ തോന്നണമെങ്കിൽ ഇവർ മുന്നിൽ നിൽക്കണ്ടേ. അപ്പം ഇവർ നന്നായിട്ട് മുന്നിലൊക്കെ നിന്ന് കളിക്കുകയാണ്. അപ്പോൾ എല്ലാവരും എല്ലാ മക്കളും എല്ലാ ക്ലാസ്സിലെ മക്കളും നന്നായിട്ട് എൻജോയ് ചെയ്യാട്ടോ പരിപാടി.
അതിലുപരി ടീച്ചേഴ്സും. ഞങ്ങളുടെ ടീച്ചർമാർക്ക് പിന്നെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവർ നന്നായിട്ട് അത് കൈകാര്യം ചെയ്യും കേട്ടോ. അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്യും. അപ്പം മക്കൾക്ക് എന്താ അതിലേക്ക് ഇറങ്ങി വരാൻ തോന്നും. ആരും ബാക്കോട്ട് നിൽക്കുന്ന മക്കളില്ല. ഞങ്ങളെ സ്കൂളിൽ എല്ലാവരെയും ടീച്ചർമാർ ഒരുപോലെ കാണുകയും പരിപാടിക്കൊക്കെ പങ്കെടുപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ടീച്ചർമാരാട്ടോ. അപ്പം അവരെ എനർജി കാണുമ്പോൾ നമുക്കും കൂടി ഒന്ന് കളിക്കാനൊക്കെ തോന്നും. ഓരോ സ്റ്റെപ്പൊക്കെ അപ്പം ഇടുകയാണ്, സ്പോട്ടിലിടുകയാണ്. അപ്പോൾ എല്ലാവരും അതിനനുസരിച്ച് കളിക്കാനൊക്കെ നോക്കുകയാണ്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇവരെ കളി ഡാൻസൊക്കെ കാണാൻ. UKG ടീം, LKG ടീം, 1ത്തെയും 2ത്തെയും എല്ലാ ടീച്ചർമാരും ഉണ്ട് കേട്ടോ. എല്ലാ ക്ലാസ്സത്തെയും ടീച്ചർമാരുണ്ട്. ഇത് ഇനിയും ഉണ്ട് കേട്ടോ, കുറച്ച് ഉള്ളിലൊക്കെ ഉണ്ട് ടീച്ചേഴ്സ്. അപ്പം അവർ കാണുന്നവർ വന്ന് കളിക്കുകയാണ്. അപ്പം അവർ കണ്ടിട്ടില്ലയെന്ന് തോന്നുന്നു, ഉള്ളിലുള്ള ടീച്ചേഴ്സൊന്നും കണ്ടിട്ടില്ല. അപ്പം അവിടെയുള്ള ടീച്ചേഴ്സ് മൊത്തത്തിലൊന്ന് കളറാക്കുകയാണ് പരിപാടി. സ്കൂളത്തെ പരിപാടി എന്ന് പറയുമ്പം രക്ഷിതാക്കൾക്കും വരാനൊരു ഇൻട്രസ്റ്റ് വേണം അല്ലേ. ഇതൊക്കെ കൊണ്ടാണ് ഞങ്ങൾക്കും വരാനൊരു ഇൻട്രസ്റ്റ് തോന്നാറ്. എന്ത് പരിപാടിയാണെങ്കിലും അത് അടിപൊളിയായിട്ടാട്ടോ നടത്താറ്, എല്ലാ പരിപാടിയും. പിന്നെ അത് ദ്രൗനികേൻ്റെ UKG ക്ലാസ്സിൻ്റെയും LKG ക്ലാസ്സിൻ്റെയും ഡാൻസ് ആട്ടോ. അപ്പം കുറച്ച് കൂടുതലൊക്കെ ടീച്ചർമാർ പഠിപ്പിച്ച പോലെ പഠിച്ചിട്ടുണ്ട്, കുറച്ച് കൂടുതലൊന്നും പഠിച്ചിട്ടില്ല. അപ്പം എല്ലാ കുട്ടികളും കൂടെ ഒരുമിച്ച് കളിക്കുകയാണ് ഡാൻസ് അവർക്കറിയും പോലെ. അപ്പം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇതും കാണാൻ. എല്ലാ മക്കളും ചെറിയ മക്കളുകൾ ഇങ്ങനെ ചാടി കളിച്ചാലും ഒരു ഭംഗിയല്ലേ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അതും. പിന്നെ ലാസ്റ്റായിട്ട് ഫുഡൊക്കെ കൊടുക്കുകയാണ്. വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു ഫുഡ്. അപ്പം റവനിക ഉമ്മയൊക്കെ തരുന്നുണ്ട്. അങ്ങനെ ടീച്ചർ ഇരിക്കുക കേട്ടോ, കഴിക്കുന്ന എല്ലാ കുട്ടികളെയും കഴിപ്പിച്ചിട്ടേ വിടുള്ളൂ. ടീച്ചർ ഇങ്ങനെ ഇരിക്കുകയാണ് അവർ കഴിക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദ്രൗനിക കഴിക്കാത്തതിനെ കൊണ്ട് ടീച്ചർ അടുത്ത് പോയിരുന്ന് എന്തൊക്കെയോ പറയുന്നൊക്കെ ഉണ്ട്. അവൾക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. ഫുഡ് കഴിക്കലോടുകൂടി എല്ലാ പരിപാടികളും കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.